എങ്ങനെയുണ്ട് IFFK? എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ IFFK എന്ന് പറയുമ്പോൾ അതിലൊരിക്കൽ വന്നവൻ പിന്നെ പോവില്ല എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ടേസ്റ്റ് നുകർന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അതാണ് IFFK. സിനിമകൾ മാത്രമല്ല, വൈബ്, ഒരു പഴയ സൗഹൃദ കൂട്ടായ്മകളെ കാണുക, പുതിയ സിനിമ ആസ്പിറൻസിനെ കാണുക, പുതിയ എഴുത്തുകാർ, പുതിയ സ്റ്റുഡൻസ്, പുതിയ സിനിമ ലവേഴ്സ്, പഴയ ആൾക്കാർ, പഴയ ഇതിൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇവരെയൊക്കെ കാണുക. ഈ ഒരു മൂഡിൽ ഇങ്ങനെ നടന്നു പോകുക പറഞ്ഞാൽ ഭയങ്കര ഒരു വൈവാണ്. ഈ വർഷം സിനിമ കണ്ടു. എടുത്ത് പറയാൻ പറ്റുന്ന നമ്മുടെ തന്നെ മലയാള പടം ആട്ടം എന്ന് പറഞ്ഞൊരു പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റാപ്ചർ എന്ന് പറഞ്ഞൊരു പടം കണ്ടു, അത് ഇഷ്ടപ്പെട്ടു. ഫോളൻ ലീവ്സ്, അങ്ങനെ കുറേ പടങ്ങൾ കണ്ടു. കുറേ നല്ല പടങ്ങളുണ്ട്, കുറേ പടങ്ങൾ നമുക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ട് വെളിയിറങ്ങിപ്പോയ അവസ്ഥയുണ്ട്. രണ്ടുമുണ്ട്. അതെ, തീർച്ചയായിട്ടും IFFK ഗംഭീരമാണ്. ഇനിയും ഇതുപോലുള്ള എന്താ പറയുക, ട്രിവാൻഡ്രം വിട്ട് പോകാതെ തന്നെ ഇരിക്കട്ടെ. കാരണം ഈ ഒരു ആംബിയൻസ് ടാഗോർ തിയേറ്റർ ആയി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഉത്സവങ്ങളും കലാപരിപാടികളും ഒക്കെ ആയിട്ട് ഗംഭീരം. സാർ, എത്രാമത്തെ IFFK തുടങ്ങുന്ന കാലം പോലെ ഞാൻ വരുന്നതാണ്. ഇതുവരെ ഓരോ IFFK മാത്രം മിസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുവരെ വന്നിട്ടുള്ള IFFKയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് ഓരോ പ്രാവശ്യം കഴിയുന്തോറും IFFK ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നത്. അപ്പം ഓരോ വർഷം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ സിനിമകളുടെ ക്വാളിറ്റി അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുണ്ടോ? നമ്മുടെ ക്വാളിറ്റി തീർച്ചയായിട്ടും ബെറ്റർ ആയിക്കോട്ടെ. കാരണം ഓരോ പ്രാവശ്യം ഓരോ കമ്മിറ്റിയാണ് വരുന്നത്, ഓരോ ജൂറി അങ്ങനെയൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഈ അവർ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നതാണല്ലോ. അപ്പോൾ ഒരു മുഖ്യധാരയിലുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സാർ എത്ര സിനിമ ഉണ്ട്? ഞാനൊരു 4. ഏറ്റവും ഇഷ്ടപ്പെട്ട ലാസ്റ്റ് എക്സോസ്റ്റ്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ബെറ്റർ ആയിട്ട് തോന്നി. അല്ല, അത് ഇനിയിപ്പോൾ കാണാൻ പോകുന്ന ഏതെങ്കിലും ആയിരിക്കും ചിലപ്പോൾ. സത്യത്തിൽ അങ്ങനെ ഒരു പടം ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എല്ലാ വർഷവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷം എന്താണ് ഇച്ചിരി കൂടെ മെച്ചപ്പെടുത്തുന്നുണ്ട്? ഇപ്പോൾ ഒരു വീക്കായിട്ട് നിൽക്കുന്നത് എന്താണ് IFFKയിൽ? അല്ല, IFFKയിൽ എനിക്ക് വീക്കായിട്ട് നിൽക്കുന്നത് തോന്നുന്നത് എന്താണ്, അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഈ നമ്മുടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പം വണ്ടി കൊണ്ടുവന്നാൽ ആൾക്കാർ ഭയങ്കര പാർക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ കുറേ കൂടെ ഹാസൽ ഫ്രീ ആയിട്ട് പോകും. പിന്നെ ഈ പറയുന്ന കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന, ഇടപെടുന്ന നല്ല സെക്യൂരിറ്റീസിനെയൊക്കെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നത് കണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി ആരോടൊക്കെ വഴക്കുണ്ടാക്കുന്നു. ഒരിക്കലും അതൊരു ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് എല്ലാവരും ഗസ്റ്റാണ്. അപ്പോൾ ആരുമായിട്ടും അങ്ങനെ നമ്മൾ മോശമായിട്ട് സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. IFFKയിൽ വന്നിട്ട് പുതിയ കുറേ സൗഹൃദങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? എപ്പോഴും നമ്മുടെ ഒരുപാട് സൗഹൃദങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ്. എൻ്റെ പല ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ തന്നെ ദുബായിൽ നിന്നാണ് വന്നത്. IFFKയ്ക്ക് വേണ്ടി വന്നതാണ്. എനിക്ക് കട്ടപ്പന ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ അത് ഞാൻ നേരെ ഇമ്മീഡിയറ്റായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. അപ്പം ഇത് ഒരു പുതിയ സൗഹൃദങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. പക്ഷേ എന്നാലും പഴയ സൗഹൃദങ്ങളുടെ ഒരു ബ്രഷിങ് അപ്പും കൂടെയാണ് അത്. താങ്ക് യു സാർ. IFFK ആദ്യമായിട്ടാണോ? കഴിഞ്ഞ ഇയർ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഹോസ്റ്റലാ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരും. അതേട്ടാ, IFFKയിൽ വന്നിട്ട് സിനിമകളൊന്നും ഏതെങ്കിലും കണ്ടോ? ഇല്ല, സിനിമകൾ കണ്ടില്ല. സിനിമ വന്നില്ല. അപ്പം ഇവിടുത്തെ ഒരു വൈബ് എൻജോയ് ഒക്കെ ഒത്തിരി പേര് പറയുന്ന കാര്യം. ഓരോ വർഷം വരുമ്പോഴും പുതിയ ഫ്രണ്ട്സ്, ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പം ഈ വർഷം എന്താ പുതിയതായിട്ട് പഠിച്ചതിലെ പുതിയൊരു സൗഹൃദം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടിയോ ഈ IFFKയിൽ? ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് വരുന്നത്. ശരിക്കും നമുക്ക് എക്സാം ആയതുകൊണ്ട് ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അതുകൊണ്ട് മുൻപ് പ്ലാൻ ചെയ്തിരുന്നു നേരത്തെ വരണം എന്നും. കഴിഞ്ഞ വർഷം ഇങ്ങനെ വാർത്തയിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വർഷം വരണമെന്ന്. പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് വന്നത്. ഇന്ന് വന്നതിൽ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പറായിട്ട് ചെയ്തു. അടുത്ത വർഷം അപ്പോൾ IFFKയിൽ വരുമ്പോഴത്തേക്കും ഇതിനേക്കാളും കൂടുതൽ ദിവസം നിന്ന് സിനിമകളൊക്കെ കണ്ട് പോകണമെന്നൊരു താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. കാരണം സിനിമകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വന്നു പോയാലല്ലാതെ സിനിമകൾ കണ്ട്, അപ്പോൾ അതിലൂടെ കൂടുതൽ എക്സ്പീരിയൻസസ് കിട്ടും. മാത്രമല്ല ഇപ്പോൾ തന്നെ കുറേ ഫ്രണ്ട്ഷിപ്സ് നമുക്ക് കിട്ടും. നമ്മുടെ കോളേജിൽ നിന്ന് മാത്രമല്ല, ഇവിടെ വന്നിട്ട് പലരുമായിട്ട് നമുക്ക് കൂട്ടുകൂടാനും ഒക്കെ ഉള്ളൊരു വേദിയാണ് ഈ IFFK എന്ന് പറയുന്നത്. IFFKയിൽ ഇറങ്ങുന്ന സിനിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ കൊമേഴ്ഷ്യൽ സിനിമകളല്ലാതെ അങ്ങനത്തെ സിനിമകൾ കാണാൻ താല്പര്യമുണ്ടോ? എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം. കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള സിനിമാസാണ് എനിക്ക് ഇഷ്ടം. അപ്പം കണ്ടതിൽ ഏറ്റവും സ്ട്രൈക്ക് ആയിട്ടുള്ളൊരു ഫിലിം ഏതാ? ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് ഏത് കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, കണ്ടതിൽ ഇപ്പോൾ ഏറ്റവും ഒരു സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നത്? റീസെന്റ് ആയിട്ട് കണ്ടതിൽ ഏതാണ് നമ്മൾ മലയാളം അല്ലല്ലോ, ബംഗാളി ബുൾബുൾ എന്ന് പറഞ്ഞു. ബംഗാളി ഫിലിംസ് ആണ് ഏറ്റവും ഇഷ്ടം? അല്ല, അതിന്റെ ഒരു ആ കോൺസെപ്റ്റ് വിമൻ എംപവർമെന്റ്, അതുകൊണ്ട്. IFFKക്ക് വരുന്ന സിനിമയുടെ എക്സ്പെഷ്യലി
അല്ല ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയറിനകത്ത് ലോകത്തുണ്ടാകുന്ന സിനിമകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇതിപ്പം നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങളല്ലല്ലോ. അപ്പോൾ അവരുണ്ടാക്കുന്നതിൽ ബെസ്റ്റ് സിനിമകൾ തന്നെയാണ് ഇങ്ങോട്ട് മീൻസ് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. മീൻസ് അതുകൊണ്ട് ഫിനാൻഷ്യലി നമ്മൾക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള IFFK വരുന്ന സിനിമകൾ ഒരു പരിധി വരെ സാധാരണ പ്രശ്നം ഐ മീൻ ഈ കൊമേഴ്ഷ്യൽ പടങ്ങളല്ലാത്ത സിനിമകൾ കാണാൻ താല്പര്യമില്ലാത്തവർ കാണാൻ വരില്ലല്ലോ. അതായത് ഒരു അവാർഡ് പടങ്ങൾ മാത്രം ഷോ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം പോലെ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ചിലരെങ്കിലും ഇപ്പോഴും ഇതൊരു അവാർഡ് പടം ആണെന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ആൾക്കാർക്കുണ്ട്. അതൊക്കെ മാറ്റുന്ന തരത്തിലുള്ള സിനിമകളല്ലേ ഇപ്പോൾ IFFKയിൽ ഇറങ്ങുന്നത്. അതിപ്പോൾ മാത്രമല്ല, ലോക സിനിമകളിലെല്ലാം ഹൈലി പ്രൊഫഷണലായി മീൻസ് നമുക്കാണ് ഇവിടെ കൊമേഴ്സ്യൽ സിനിമകൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൊഫഷണലാണ്. മീൻസ് കുറേ കൂടി അതിൻ്റെ ഒരു പ്രൊഫഷണലിസം ഈസ്തറ്റിക് ഇപ്പം എല്ലാ ഈസ്തറ്റിക്സും എങ്ങനെയാണ് അതിനെ മെർജ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഈസ്തറ്റിക് സൈഡും അതിൻ്റെ കണ്ടൻറ്റും എല്ലാം കൂടെ സോഷ്യോ പൊളിറ്റിക്കലൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ ബെസ്റ്റ് സിനിമകളെന്ന് നമ്മൾ പറയണത്. അപ്പോൾ അതിൽ എല്ലാ വർഷവും ലോകത്തുണ്ടാകുന്നതിൽ നല്ല ഓൾമോസ്റ്റ് ഒരു എബോ ആവറേജ് സിനിമകളും ബെസ്റ്റ് സിനിമകളും ഒക്കെ തന്നെയാണ് നമുക്ക് വരാറുള്ളത്. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ കൺട്രോളൊന്നുമില്ല. കാരണം അത് പുറത്തുണ്ടാകുന്ന സിനിമകളുടെ കാഴ്ച നമുക്ക് എങ്ങനെ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴാണല്ലോ നമ്മൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വയ്ക്കുന്നത്. അതിൽ നല്ല സിനിമകൾ എപ്പോഴും വരാറുണ്ട്.